നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു മാളിലിരിക്കുമ്പോൾ അതിലൂടെ ICE, നമ്മുടെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് പോലീസ്, പോലീസ് വേഷമിട്ടവരും മഫ്തിയിലുള്ളവരും പിന്നെ പിന്നെ നടന്നു പോകുന്നു. അവരുടെ ബൂട്ടിൻ്റെ ശബ്ദം ദൂരെയും കേൾക്കാമായിരുന്നു. അപ്പോൾ കേട്ടപ്പോൾ ഒരു പേടി തോന്നി. ഇനി അവരെങ്ങാനും കണ്ടാൽ അവരെ ആളുകളെ പിടിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം നമ്മളെപ്പോലുള്ളവരെ കാണുക, അല്ലെ നമ്മുടെയൊക്കെ നിറവോ നമ്മുടെയൊക്കെ മുഖഭാവമുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തടഞ്ഞു നിർത്തി ചോദിക്കാവുന്നേ ഉള്ളൂ നമ്മുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എന്താണ്. അപ്പോൾ അതിന് റേഷ്യൽ പ്രൊഫൈലിംഗ് എന്നാണ് ഇതേവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ മുഖം കണ്ടിട്ടോ അല്ലെ നിറം കണ്ടിട്ടോ നമ്മളെ പിടികൂടിയാൽ അത് റേഷ്യൽ പ്രൊഫൈലിങ്ങും അത് ഒരു നിയമവിരുദ്ധമായ കാര്യവുമായിട്ടാണ് ഇതേവരെ നമ്മൾ കണക്കാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത് അങ്ങനെയല്ല എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് വന്നു. എന്തായാലും ട്രംപിനെ അനുകൂലിക്കുന്നവരല്ല, ട്രംപിൻ്റെ ഭക്തന്മാരെന്ന് പറഞ്ഞാലും അവർക്ക് പേടിയില്ലെങ്കിലും എന്നെപ്പോലുള്ളവർക്ക് പേടിയുണ്ട് കേട്ടോ. ഇവരൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കുക, നീ ആരാടാ എന്ന് ചോദിച്ചാൽ, ഞാൻ അമേരിക്കൻ പൗരനാണ് എന്ന് പറഞ്ഞാൽ അതിന് എന്താ തെളിവെന്നൊക്കെ ചോദിച്ചാൽ പിന്നെ നമ്മൾ തെളിവും ഒക്കെ കൊണ്ടുവന്നാൽ ആകെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്തായാലും ഈ ഗതികേട് നമുക്കാർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ നമ്മൾ ലീഗലാണ് എന്ന് തെളിയിക്കേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ സംശയത്തോടുകൂടി നോക്കുക, അല്ലെങ്കിൽ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക, നിങ്ങൾ ആരാണ്, എന്താണ്, എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുക. ഇതൊന്നും സുഖമുള്ളൊരു കാര്യമല്ല. ഇപ്പം തന്നെ നേറ്റീവ് അമേരിക്കൻസ് ഈ ഒരു പ്രശ്നം പലയിടത്തും നേരിടുന്നു എന്നാണ് പറയുന്നത്. അതായത് നേറ്റീവ് അമേരിക്കൻസിന് അവരുടേതായ രാജ്യം അമേരിക്കക്കകത്ത് തന്നെയുണ്ട്. രാജ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ചെറിയ സ്ഥലങ്ങൾ, ഇന്ത്യൻ നേഷൻ എന്ന് പറഞ്ഞ്. അപ്പോൾ അവരവിടുത്തെ പൗരന്മാരാണ്, അതേസമയം തന്നെ അമേരിക്കൻ പൗരന്മാരുമാണ്. പക്ഷേ അവർക്ക് അവിടുത്തെ ഈ ഇന്ത്യൻ നേഷൻ്റെ അകത്തെ പൗരത്വമാണ് അമേരിക്കൻ പൗരത്വത്തിൻ്റെ രേഖകളോ മറ്റോ അവരുടെ കണ്ടുവെന്ന് വരിക പോലുമില്ല. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വിഷമത്തിലായി പോകുമെന്നാണ് അതിൻ്റെ ആളുകൾ പറയുന്നത്. അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആളുകളെ അവരുടെ നിറം നോക്കി അല്ലെങ്കിൽ മുഖഭാവം നോക്കി ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിയും ശരിയാണോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം അങ്ങനെയല്ലാതെ വേറെ എന്താ മാർഗമെന്ന് തീർച്ചയായിട്ടും ചോദിക്കാം. പക്ഷേ അത് അനുഭവിക്കുന്നത് അത്ര സുഖമുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഇതിനെപ്പറ്റി വരും ദിവസങ്ങളിൽ ഈ സ്ഥിതിയെപ്പറ്റിയുള്ളൊരു പൂർണ്ണമായ ചിത്രം നമുക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. ഇപ്പോൾ പ്രധാനമായിട്ടും ഇതുവരെ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് അവരെ കുറ്റകൃത്യങ്ങളിൽ അവർ കുറ്റക്കാരായിട്ട്, അവരെ ക്രിമിനൽ ആയിട്ട് ഇതുവരെ കണ്ടിരുന്നില്ല. നേരെ മറിച്ച് പുതിയ നയമനുസരിച്ച് അവരെല്ലാം ക്രിമിനൽസ് ആണ്. അതായത് അമേരിക്കൻ ലോ ബ്രേക്ക് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നവരാണ്. അതിനാൽ അവർ ക്രിമിനൽസ് ആണ് എന്നാണ് പുതിയ വ്യാഖ്യാനം. അതാണ് പുതിയ നിർവചനം. അവർ ഏലിയൻ എന്ന പദത്തിലൂടെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. ഏലിയൻ, വിദേശി എന്നുള്ള പദത്തിൽ. മറ്റേ ഒബാമയുടെ കാലത്തും ബൈഡൻ്റെ കാലത്തും ഒക്കെ അവർ അൺഡോക്യുമെൻറ്റഡ് ഇമിഗ്രൻറ്റ് എന്നുള്ള രീതിയിലായിരുന്നു അവരെ വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ ആളുകളെ ബാധിക്കുന്നത്, അതും ഇങ്ങനെയുള്ള ആളുകളിൽ കുറേ പേരെ ഗ്വാണ്ടനാമോയിലേക്ക് വിടുമെന്ന് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഗ്വാണ്ടനാമോയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇറങ്ങുക പ്രയാസമാണെന്ന് പ്രസിഡന്റും പറയുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഇവരൊന്നും തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി, ഇവരിൽ ക്രിമിനലായിട്ടുള്ളവരെ തിരിച്ചു വിടുന്നതിന് നമുക്ക് ആർക്കും ഒരു എതിർപ്പില്ല. തിരിച്ചു വിടണം. ഈ രാജ്യത്ത് ഇവർ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും ഉണ്ടാവരുത്. അതേസമയം തന്നെ ഈ വീടും കുടിയും വിട്ട് ആരോരും ഒന്നുമില്ലാതെ ഇങ്ങോട്ട് വരുന്നവരെ അവരെ ആട്ടിപ്പയക്കേണ്ട ഒരു കാര്യമില്ല. അതേസമയം തന്നെ ന്യായമായ രീതിയിലുള്ള ഒരു പരിഹാരമാണ് ഈ വിഷയത്തിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. ഒരു മാനുഷിക പ്രശ്നം എന്ന നിലയിലാണ് ഇതിനെ പരിഹരിക്കേണ്ടത്. എന്തായാലും അങ്ങനെ ഒരു മാനുഷിക പ്രശ്നം എന്ന നിലയിലുള്ള ഒരു പരിഹാരം തൽക്കാലം ഉണ്ടാവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇതിനിടയിൽ ട്രംപ് ഒരുപാട് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇനി മുതൽ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ ഇവിടെ. രണ്ട് ജെൻഡർ, അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടിൽ കൂടുതൽ ജെൻഡർ ഉണ്ട്, രണ്ടിൽ കൂടുതൽ ജെൻഡർ ഉണ്ടെന്ന് ആരാണ് പറഞ്ഞതെന്നാണ് മനസ്സിലാവാത്ത കാര്യം. ഇവിടെ ചെറിയ പ്രായം തൊട്ടേ പിള്ളേരെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ആണും പെണ്ണുമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം, എന്നിട്ട് വേണമെങ്കിൽ 12 വയസ്സാകുമ്പോഴേ ആ കുട്ടികൾക്ക് ഹോർമോൺ ചികിത്സ നടത്താം. ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും വേണ്ടി ഹോർമോൺ ചികിത്സ നടത്താം, വേണമെങ്കിൽ ഓപ്പറേഷൻ നടത്താം. ഇങ്ങനെയൊക്കെയുള്ള ഹീനകൃത്യങ്ങൾ അതിനെ സർക്കാർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിനൊരു അറുതി വന്നിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കറിയാം എലോൺ മസ്കിൻ്റെ മകളെ തന്നെ, മൂത്ത മകളാണെന്ന് തോന്നുന്നു, മൂത്ത മകനായിരുന്നു, അവർ ട്രാൻസ്ജെൻഡർ ആണെന്നും പറഞ്ഞ് അവർ ലിംഗമാറ്റം നടത്തുകയൊക്കെ ചെയ്ത്, അത് സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂൾ അധികൃതർ പറയുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ
ഇവർ ആത്മഹത്യ ചെയ്യും, കുട്ടി ആത്മഹത്യ ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കാരണവന്മാർ പേരൻസ് പേടിച്ചു പോവില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആളുകൾ വഴങ്ങിക്കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയൊക്കെ ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഈ 2 ജെൻഡറേ ഉള്ളൂ, എന്തെങ്കിലും ഇനി ശാരീരികമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് ചിലർക്ക് അങ്ങനെയല്ലാതെ ഈ 2 ജെൻഡറിലും പെടാത്ത ചുരുക്കം ചിലർ, അത് എത്രയോ ലക്ഷത്തിലൊന്നോ ഒക്കെ ആളുകളായിരിക്കാം അങ്ങനെയുള്ളത്. അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും അവർക്ക് അർഹമായ അംഗീകാരവും ബഹുമാനവും തീർച്ചയായിട്ടും നൽകേണ്ടതാണ്. അവരും ദൈവത്തിൻ്റെ സൃഷ്ടികൾ തന്നെയാണ്, അവരെ മാറ്റി നിർത്തേണ്ട ഒരു കാര്യവുമില്ല. നേരെ മറിച്ച് ശാരീരികമായ വൈകല്യമല്ല, മാനസികമായ ചിലർക്ക് തോന്നലുകൾ ഉണ്ടാവും, ഞാൻ പെണ്ണാണ് അല്ലെ ഞാൻ ആണാണെന്ന്. അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ മാറ്റുക, അങ്ങനെയല്ലാത്തവരാണെങ്കിൽ അവരെയും അംഗീകരിക്കുക, അവരെയും ബഹുമാനിക്കുക. ആ രീതിയിലേക്കല്ലേ വരേണ്ടത്. അതിന് പകരം അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ധാരണ പുലർത്തിയാൽ ഉടൻ അവരെ ചികിത്സിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ കുറ്റകൃത്യമായിട്ടാണ് ഇതേവരെ കണക്കാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയാനേ പാടില്ല, ചികിത്സ കൊടുക്കാനേ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നത് നല്ലൊരു നിയമമായിട്ട് തോന്നുന്നു. അതേസമയം തന്നെ ട്രംപ് പറയുന്ന പല കാര്യങ്ങൾ, ഡൈവേഴ്സിറ്റി ഒന്നും വേണ്ട, ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ, ഈ 3 DEI ഇത് തീരെ വേണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാം ആ മെറിറ്റ് അനുസരിച്ചായിരിക്കണം. തീർച്ചയായിട്ടും മെറിറ്റ് അനുസരിച്ചാകുന്നത്, അതിനോടാണ് നമുക്കും താല്പര്യം ഇരിക്കുന്നത്. ഈ ഹാർവാർഡിലെയും മറ്റും അഡ്മിഷന് മെറിറ്റ് അടിസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ ഏഷ്യൻ പിള്ളേർക്ക് പോവും, വേറെ ഒരു കറമ്പർക്കോ ഹിസ്പാനിക്സിനൊന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് കുറച്ച് അവരെ കൂടി ഉൾക്കൊള്ളുവാൻ വേണ്ടി ചില നയങ്ങൾ കൊണ്ടുവന്നത്. അതിനെതിരെ സുപ്രീം കോടതി വരെ പോയി, സുപ്രീം കോടതി അതിനെതിരെ വിധിക്കുകയാണ് ചെയ്തത്. എങ്കിലും ആ നയത്തിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നല്ല സ്കൂളുകളിലൊക്കെ അങ്ങനെ മെറിറ്റ് മാത്രമാണ് എങ്കിൽ ഏഷ്യൻ പിള്ളേർ, ചൈനക്കാരും ഇന്ത്യക്കാരുമായിരിക്കും അവിടെയെല്ലാം കൂടുതലായിട്ട് വരിക. 75% അവർ വരും, കുറേ പേര് വൈറ്റ്സും വരും, ആ രീതിയിലേക്ക് വരും. എന്തായാലും ഈ ഡൈവേഴ്സിറ്റി തീരെ അങ്ങ് ഉപേക്ഷിക്കാൻ പാടില്ല. കാരണം മറ്റുള്ളവർക്കും കൂടെ ചില അവസരങ്ങൾ കൊടുക്കണം. ഇപ്പം ഈ വിമാനാപകടം ഉണ്ടായതിന് ട്രംപ് പറയുന്നത് ഈ ഡൈവേഴ്സിറ്റിയൊക്കെ നോക്കിക്കൊണ്ട് ക്വാളിറ്റിയുള്ള ആളുകളെ നിയമിച്ചില്ല, ഈ ഡൈവേഴ്സിറ്റി നോക്കി അവരെ നിയമിക്കാൻ വേണ്ടി കാത്തിരുന്നു. അപ്പോൾ അതും ശരിയല്ല. മെറിറ്റ് അനുസരിച്ചല്ലാതെ കാര്യങ്ങൾ പോകരുത്. അതേസമയം തന്നെ മറ്റുള്ളവരെ ഒഴിവാക്കേണ്ട കാര്യവുമില്ല, അവരെയും അക്കോമഡേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അക്കോമഡേറ്റ് ചെയ്യണം. അതാണ് വേണ്ടത്. സൈന്യത്തിൽ നിന്നൊക്കെ അവരെ പുറത്താക്കുന്നു. സൈന്യത്തിൽ ഈ ട്രാൻസ്ജെൻഡറുകൾക്കൊക്കെ എന്താണ് ഒരു റോളെന്ന് മനസ്സിലാവുന്നില്ല. അവർ അവരുടെ ആ ഒരു രീതിയിൽ അവർ ഈ യുദ്ധരംഗത്ത് റെഡിയാണോ, കോമ്പാറ്റ് റെഡിയാണോ അവർ? അപ്പോൾ അതാണ് ട്രംപും ചോദിക്കുന്നത്. എന്തായാലും ഈ മാറ്റങ്ങൾ പെട്ടെന്നാണ്, ഈ മാറ്റങ്ങളെല്ലാം വരുന്നത്. ഇതെല്ലാം കൂടി ഒരു ഫ്ലഡ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ഫ്ലഡ് ചെയ്യുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാനും ഇതിനെതിരെ കേസിന് പോകാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. അതാണ് അവരും ലക്ഷ്യമിടുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.